Hello, hi, ഞാൻ thesnimazeez ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അതായത് ഓട്ടട പല തരത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ഓട്ടടയാണ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈസ്റ്റിൻ്റെ 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഈസ്റ്റ് ചേർത്തിട്ട് 2 hours വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെയും ചെയ്യാൻ പറ്റും. ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പ സോഡ ചേർത്ത് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അരച്ച ഉടനെ തന്നെ ചേർത്തിട്ട് അപ്പോൾ തന്നെ ചുട്ടെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു 6 മണിക്ക് അരച്ച് വെച്ചിട്ട് ഒരു 8 മണിയാകുമ്പോഴേക്കല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളൂ അല്ലേ, ആ സമയത്ത് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1/4 കപ്പ് അവിൽ, 1/2 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് വെള്ളം. ഇത് നന്നായിട്ട് അരയ്ക്കാം. പഞ്ചസാരൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര അധികം മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറയ്ക്കാം. ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് വെള്ളം, ഉപ്പ് ആവശ്യത്തിന്, നന്നായിട്ട് അരച്ചെടുക്കാം. അധികം തിക്കായിട്ടല്ല എന്നാൽ അധികം ലൂസായിട്ടും അല്ലാത്ത ഒരു മാവ്. ചിലപ്പോൾ വെള്ളം കൂടുതൽ ചേർക്കേണ്ടി വരും, കാരണം ചില ഗോതമ്പ് പൊടി കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം. ഇതിപ്പം ഈസ്റ്റ് ആക്കിയത് കൊണ്ട് തന്നെ 2 hours നമ്മൾ ഒന്ന് മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ 2 മണിക്കൂർ വെച്ചിട്ട് എടുക്കാം. 2 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ മാവ് എന്തുമാത്രം പൊങ്ങിയിരിക്കുന്നതെന്ന് നോക്കിയാൽ നല്ല മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഓൾറെഡി നമ്മളെല്ലാം ഇതിൽ ആഡ് ചെയ്തതുകൊണ്ട് ഇനി നമുക്ക് ഇതിലൊന്നും ആഡ് ചെയ്യാനില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ നിറയെ ഹോൾസ് വന്നു കഴിയുമ്പോൾ നമ്മളത് അടച്ചു വയ്ക്കുക. ചെറിയ തീയിൽ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. മാത്രം സോഫ്റ്റാന്ന് നോക്കിയാൽ നല്ല സോഫ്റ്റാണ്. ഇത് ചെറിയ തവി ആയതുകൊണ്ടാണ് ഞാൻ 2 തവി മാവ് ഒഴിക്കുന്നത്. കുറച്ച് വലിയ തവിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് അടി വരെ പോവുക. നമ്മൾ ദോശയ്ക്കൊന്നും ആക്കുന്ന പോലെ ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് നിറയെ ഹോൾസ് വരും. അപ്പോൾ നമ്മൾ അടച്ചു വയ്ക്കും. നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ചില ഗോതമ്പ് പൊടി കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ട് നമുക്ക് ചുടുന്ന സമയത്ത് നോക്കുമ്പോൾ വല്ലാതെ തിക്കാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വരെ വെള്ളം വീണ്ടും ചേർക്കാം കേട്ടോ. ഇത്രയും ഹോൾസൊക്കെ നിറയെ ഹോൾസ് വന്നതിന് ശേഷം നമ്മളിത് സിമ്മിലിടണം. നമ്മൾ പലതരത്തിലുള്ള ഓട്ടടകൾ ചെയ്യുമല്ലോ അല്ലേ. ഞാൻ തന്നെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. ഇത് ഇറച്ചിക്കറിയുടെ കൂടെ കഴിക്കാം, എന്താ പറയുക, മസാല കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ചിക്കൻ വറുത്തരച്ച കറി, ചിക്കൻ മസാല, ഫിഷ് ആണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നല്ല വെജ് കുറുമയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഇത് ഇത്രയും സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഉണ്ടാവുക, അങ്ങനെ കരിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല രീതിയിലുണ്ടാവും. ഓട്ടട കണ്ടല്ലോ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പണ്ടത്തെ ഏഷ്യാൻ്റെ കുക്കറി ഷോ ആണ് ഓർമ്മ. ലാസ്റ്റ് നമ്മളിങ്ങനെ നിന്നിട്ടായിരുന്നു അതിൽ കൺക്ലൂഡ് ചെയ്തിരുന്നത്. ഓക്കെ, എനിവേ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട ഉണ്ടാക്കിയിട്ടുണ്ട്.
ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കില്ല. ഇത് വെച്ചിട്ട് നമുക്കൊരു 8-10 വലിയ തവിയൊക്കെ ആണെങ്കിൽ 8 അല്ലെങ്കിൽ ഒരു 10 വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ നല്ല വെജിറ്റബിൾ കുറുമ വെച്ചിട്ട്, അല്ലെങ്കിൽ ചിക്കൻ കറി, ഫിഷ് കറി, ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ആയിക്കോട്ടെ അല്ലേ. ഈസ്റ്റ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിലെല്ലാം നമ്മൾ ചെയ്യേണ്ടത് മാവ് അരച്ച ഉടനെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഉണ്ടാക്കി. ഓക്കെ, ഇപ്പോൾ ട്രൈ ചെയ്യും. നല്ല റെസിപ്പിയാണ്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.